ഹലോ ഡേ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് GK കറണ്ട് അഫയേഴ്സിന്റെ ചെറിയൊരു ഡിസ്കഷനാണ്. ഈ ഒരു 2-3 മാസങ്ങളിൽ നടന്ന പ്രധാന സംഭവങ്ങൾ, അതുപോലെ ഇനി മുന്നോട്ടാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് GK എന്ന് പറയുന്ന ഈ സെക്ഷനുകളിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയൊരു ഓറിയന്റേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രസന്റേഷനിലേക്ക് കടക്കാം. അപ്പം 2024 നവംബർ ടു ജനുവരി 2025 ഈ ഒരു 3 മാസങ്ങളിലെ ടോപ്പിക്കാണ് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കറണ്ട് അഫയേഴ്സുകൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് നെഫ്റ്റ് ഡെസ്ലാരി എന്ന് പറയുന്നിട്ടുള്ള ഒരു ഓയിൽ പ്ലാറ്റ്ഫോമിന്റെ കാര്യമാണ്. ഇറ്റ്സ് ദ ഓൾഡസ്റ്റ് ഓഫ് ഷോർ ഓയിൽ പ്ലാറ്റ്ഫോം ഇൻ ദി വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഓയിൽ പ്ലാറ്റ്ഫോം ആണ്, ഓയിൽ എക്സ്പ്ലോറേഷൻ പ്ലാറ്റ്ഫോം ആണ്. ഓഫ് ഷോർ ഓയിൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ കടലിന്റെ ഉള്ളിൽ തന്നെയുള്ള ലാൻഡിനോട് ചേർന്നുള്ള കടലിന്റെ പോർഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓയിൽ എക്സ്പ്ലോറേഷൻ പ്ലാറ്റ്ഫോം ആണ് നെഫ്റ്റ് ഡെസ്റ്റിലറി. അപ്പം അതിനെക്കുറിച്ച് ഇപ്പം ചർച്ചയിൽ വരുന്ന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ COP29 നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് UN-ന്റെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു മീറ്റിംഗിൽ COP29 എന്ന് പറയുന്ന മീറ്റിംഗിൽ ഇതിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള ഒരു പഠനവും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, നെഫ്റ്റ് ഡെസ്റ്റിലറി ഓൾസോ നോൺ ആസ് ഓയിൽ റോക്സ് ഈസ് ദ വേൾഡ്സ് ഓൾഡസ്റ്റ് ഓഫ് ഷോർ ഓയിൽ പ്ലാറ്റ്ഫോം ലൊക്കേറ്റഡ് അബൌട്ട് 100 കിലോമീറ്റേഴ്സ് ഫ്രം ബാക്കു, അസർബൈജാൻ. അപ്പോൾ അസർബൈജാനിലെ ബാക്കു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഷഹനാൻ എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ പവർ പ്രോജക്റ്റിനെ കുറിച്ചാണ്. ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിലവിൽ പഞ്ചാബ് ഗവൺമെന്റിന്റെ കീഴിലാണ് ഉള്ളത്. ശരിക്കും ഇത് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ 1932 കമ്മീഷൻ ചെയ്ത ഒരു ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ്. അപ്പോൾ അതൊരു 99 വർഷത്തേക്കുള്ള ഒരു ലീസ് അഗ്രിമെന്റിലായിരുന്നു ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ 2024 കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ലീസ് പീരീഡ് അവസാനിക്കും. അപ്പം ഈ ഷാനാൻ ഹൈഡ്രോ പവർ പ്രോജക്റ്റിലേക്കുള്ള ഒരു ക്ലെയിം ഇപ്പം ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററായ സുഖ്വീന്ദർ സിംഗ് സുഖു ഈ ഷാനാൻ ഹൈഡ്രോ പവർ പ്രോജക്റ്റിന്റെ ഒരു ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് ഹിമാചൽ പ്രദേശിന്റെ കീഴിലേക്ക് ഈ ഒരു പവർ പ്രോജക്റ്റിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ളത്. അപ്പോൾ ഓർത്തു വെക്കുക, ഇപ്പോൾ നിലവിൽ ഷാനാൻ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. പക്ഷെ നിലവിൽ ഇപ്പോൾ അത് പഞ്ചാബ് ഗവൺമെന്റിന്റെ ആ ഒരു കൺട്രോളിലാണ് ഉള്ളത്. അധികം താമസിക്കാതെ തന്നെ അത് ഹിമാചൽ പ്രദേശിന്റെ ആ കൺട്രോളിലേക്ക് മാറും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് കേരള ലോഞ്ചസ് സീപ്ലെയിൻ സർവീസ് ഫോർ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ സീപ്ലെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. അപ്പോൾ നമ്മളെല്ലാവരും പത്രം വായിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പം കേരള ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നവംബർ 11 2024 നവംബർ 11 ബോൾഗാട്ടി വാട്ടർ ഡോമിൽ നിന്നും കൊച്ചി ബോൾഗാട്ടി വാട്ടർ ഡോമിൽ നിന്നും മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് ഇതിന്റെ ആദ്യത്തെ ഒരു സർവീസ് നടത്തിയിരിക്കുന്നത്. ദിസ് സർവീസ് ഈസ് എ പാർട്ട് ഓഫ് ഉഡാൻ സ്കീം വിച്ച് എയിംസ് ടു എൻഹാൻസ് റീജിയണൽ കണക്ടിവിറ്റി ത്രൂ എയർ ട്രാവൽ. അപ്പോൾ ഇതൊരു ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ സർവീസ് നവംബർ 11 2024 എവിടെ നിന്നാണ്? കൊച്ചി ബോൾഗാട്ടി വാട്ടർ ഡോമിൽ നിന്നും മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ബുക്കർ പ്രൈസിനെ കുറിച്ചാണ്. ബുക്കർ പ്രൈസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും എപ്പോഴും തന്നെ ചോദിക്കുന്നതാണ്. അപ്പൊ ഈ വർഷത്തെ 2024 ബുക്കർ പ്രൈസിന്റെ വിന്നറായിട്ട് വന്നിരിക്കുന്നത് സമന്ത ഹാർവി എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരിയാണ്. അപ്പം അത് കിട്ടിയിരിക്കുന്നത് ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു നോവലിനാണ്. ദ അവാർഡ് സെറമണി ടുക്ക് പ്ലേസ് ഓൺ November 12, 2024. ഹാർവിസ് ബുക്ക് ഈസ് എ യൂണിക് എക്സ്പ്ലോറേഷൻ ഓഫ് ലൈഫ് അബോർഡ് ദ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആ നോവലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ നോവൽ വാസ് ഇൻസ്പയർഡ് ബൈ ദ ഐസൊലേഷൻ എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ദ COVID-19 പാൻഡമിക്. COVID-19 പാൻഡമിക്കിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ സമന്ത ഹാർവി ഈ ഒരു നോവലിന്റെ പ്രിപ്പറേഷനുകളൊക്കെ നടത്തിയതെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ വംശജയായിട്ടുള്ള സുനിത വില്യംസും അതുപോലെ ബുച്ച് വിൽമോർ എന്ന് പറയുന്ന ഒരു സഹയാത്രികനും കുറെ നാളുകളായിട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അവിടെ സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. അവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ആ ന്യൂസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകളും ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്.
ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ സ്പോർട്സിന്റെ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. വേൾഡ് ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ബില്യാർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം സ്നൂക്കർ എന്ന് പറയുന്ന ഗെയിമാണ്. ഒരു വടിയൊക്കെ പിടിച്ചിട്ട് ബോളുകൾ തട്ടി ആ ഒരു ഹോളിലേക്ക് ഇടുന്നത് അല്ലെ. അപ്പം പങ്കജ് അദ്വാനിയാണ് ബില്യാർഡ്സിൽ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ടോപ്പ് പെർഫോമർ ആയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പം പങ്കജ് അദ്വാനി 28ാമത്തെ IBSF വേൾഡ് ബില്യാർഡ് ചാമ്പ്യൻഷിപ്പിൽ വിക്ടോറിയസ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, പങ്കജ് അദ്വാനി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്യാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം IBSFന്റെ 28ാമത്തെ വേൾഡ് ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ വിന്നർ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രിക്കറ്റ്, ഫുട്ബോൾ, അതുപോലെ ഹോക്കി, ഇത്തരം കാര്യങ്ങളിലൊക്കെ പല ടൂർണമെന്റുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പൊ ഈ ടൂർണമെന്റുകളിലൊക്കെ വിന്നേഴ്സ് ആയിട്ട് വരുന്നവരാണ്, റണ്ണേഴ്സ് അപ്പ് ആയിട്ട് വരുന്നവരാണ്, ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മുടെ ടെന്നീസ് ടൂർണമെന്റുകളുണ്ട്, ഓസ്ട്രേലിയൻ ഓപ്പൺ, US ഓപ്പൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെന്നീസ് ടൂർണമെന്റുകളുണ്ട്. അപ്പൊ അതില് വിന്നേഴ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഇനി അടുത്ത ഒരു ന്യൂസിലേക്ക് വരുമ്പോൾ, മവോറി പെർഫോം ഹാക്ക ഇൻ ന്യൂസിലാൻഡ് പാർലമെന്റ് ടു പ്രൊട്ടസ്റ്റ് ട്രീറ്റി ബിൽ. അപ്പൊ ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഈ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ന്യൂസിലാൻഡ്സ് പാർലമെന്റ് ഫേസ്ഡ് എ ടെമ്പററി ഹാൾട്ട്. മവോറി ലെജിസ്ലേറ്റേഴ്സ് staged a protest against the treaty principles bills. അപ്പൊ ഈ മാവോറി വംശജര് ന്യൂസിലാൻഡിലുള്ള ഒരു ട്രൈബൽ വംശജരാണ്. അപ്പം അവർക്കെതിരെയുള്ള, അവരുടെ അവകാശങ്ങൾക്കെതിരെയുള്ള ഒരു ബില്ലിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് അവരുടെ ഒരു മവോറി ഡാൻസ് ഒക്കെ പെർഫോം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കണ്ടതാണ്. അപ്പം ഇതിന് നേതൃത്വം കൊടുത്ത് ഹന റാഹിതി എന്ന് പറയുന്ന മൈപി ക്ലാർക്ക് എന്ന് പറയുന്ന മവോറി പാർട്ടിയുടെ ഒരു MP ആണ്. അപ്പം ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങൾ നടന്നത് ന്യൂസിലാൻഡിലാണ്. അതുപോലെ ഈ ഹന റാഹിതി ക്ലാർക്കിന്റെ ആ പേര് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അടുത്തതായിട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇന്ത്യയുടെ പുതിയതായിട്ട് CAG ഇന്ത്യയിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ CAG ആരാണ് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ആരാണ് പുതിയ CAG? K. സഞ്ജയ് മൂർത്തിയാണ് കേട്ടോ. K. സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ പുതിയ CAG ആയിട്ട് വരുന്നത്. പ്രസിഡന്റ് ദ്രൗപദി മുർമു ഹാസ് അപ്പോയിന്റഡ് K. സഞ്ജയ് മൂർത്തി ആസ് ദ ന്യൂ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അദ്ദേഹം 1989 ഒരു IAS ഓഫീസറാണ്. ഈ കാര്യങ്ങളും നമ്മൾ നോക്കണ്ട, പേര് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. K. സഞ്ജയ് മൂർത്തിയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ കറണ്ട് CAG ആയിട്ട് വരുന്ന കാര്യമൊക്കെ ഓർത്ത് വെക്കാം. CAG കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 148 പ്രകാരമാണ് CAG എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ച് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ആർട്ടിക്കിൾ 148 CAG എന്ന് പറയുന്ന ആ ഒരു പദവിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ K. സഞ്ജയ് മൂർത്തിയെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം ഇന്ത്യയുടെ 15ാമത്തെ CAG ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഹോൺബിൽ ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. അപ്പൊ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർത്ത് വെക്കണം, ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡിലാണ്. നാഗാലാൻഡ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പം the 25th Hornbill Festival of Nagaland is currently underway and has sparked discussions about the state's liquor ban. The tourism minister has announced that Indian-made foreign liquor will be allowed. This decision has faced backlash from church organizations and they oppose sale of alcohol. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വാർത്ത വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിലെ നിലവിലുള്ള ലിക്കർ ബാനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം 25ാമത്തെ ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് കേട്ടോ. ഡിസംബർ മാസമാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് RBI ഗവർണർ, പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. RBI ഗവർണറെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പൊ RBI ഗവർണർ ആയിട്ട് പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ടിരുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ മൻമോഹൻ സിംഗ് ഈ അടുത്ത കാലത്ത് മരിച്ചു പോയിരുന്നു അല്ലെ. അപ്പൊ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ പഠിച്ചിരിക്കണം. കാരണം മൻമോഹൻ സിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഇനി വരുന്ന എക്സാമുകൾക്ക് ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഹു ഇസ് സഞ്ജയ് മൽഹോത്ര, ദ നെക്സ്റ്റ് RBI ഗവർണർ. RBIയുടെ 26ാമത്തെ ഗവർണറായിട്ടാണ് സഞ്ജയ് മൽഹോത്ര വരുന്നത്. അപ്പൊ ഇതിനു മുന്നേ 25ാമത്തെ ഗവർണറായിട്ടിരുന്നത് ശക്തികാന്ത ദാസ് ആയിരുന്നു. അപ്പൊ ശക്തികാന്ത ദാസ് മാറിയപ്പോൾ സഞ്ജയ് മൽഹോത്രയാണ് പുതിയ RBI ഗവർണറായിട്ട് വരുന്നത്. Okay, അപ്പോൾ സഞ്ജയ് മൽഹോത്ര has been appointed as the new governor of Reserve Bank of India for a 3-year term.
succeeding Shaktikanta Das. ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കുക, അദ്ദേഹം ഇന്ത്യയുടെ 26ാമത്തെ RBI ഗവർണറായിട്ട് വരുന്ന വ്യക്തിയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഗുകേഷിനെ കുറിച്ചാണ്. ഡി ഗുകേഷ്. ഗുകേഷിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തന്നെ വേൾഡ് ചെസ് ചാമ്പ്യനായിട്ട് മാറിയിരിക്കുന്ന വ്യക്തിയാണ് ഡി ഗുകേഷ്. 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ ഡിങ് ലിയറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വേൾഡ് ചെസ് ചാമ്പ്യനായിട്ട് ഡി ഗുകേഷ് മാറിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പിൽ ടോട്ടൽ 14 റൗണ്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഗെയിം തോറ്റെങ്കിലും പിന്നെ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നുകൊണ്ട് അവസാനം ലാസ്റ്റ് ഫൈനൽ റൗണ്ടിലാണ് അവർ വിജയത്തിലേക്ക് എത്തുന്നത്. ഓർത്തു വെക്കുക, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ 18ാമത്തെ വയസ്സിൽ തന്നെ വേൾഡ് ചെസ് ചാമ്പ്യനായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഡി ഗുകേഷ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഒരു മ്യൂസീഷ്യൻ ആയിട്ടുള്ള സക്കീർ ഹുസൈൻ, തബലയിൽ വളരെ എക്സ്പെർട്ട് ആയിരുന്ന സക്കീർ ഹുസൈന്റെ മരണത്തെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് പറയുന്നത്. 73ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. അപ്പം ആ പേര് ഓർത്തു വെക്കുക. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രുമെന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. തബല വിദ്വാനായിരുന്ന ഉസ്താദ് സക്കീർ ഹുസൈൻ 73ാമത്തെ വയസ്സിൽ അന്തരിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്ന ആ ഒരു ബുക്കിന്റെ പേരും അതിന്റെ ആ ഒരു ഓതറിന്റെ കാര്യങ്ങളുമാണ്. എസ്ട്രൈൻ കയർ എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരിയുടെ സ്പിരിറ്റ് നൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു നോവലിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് നോവലിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ പേര് ഓർത്തു വെക്കുക, സ്പിരിറ്റ് നൈറ്റ്സ്. അത് എഴുതിയിരിക്കുന്നത് എസ്ട്രൈൻ കയർ എന്ന് പറയുന്ന എഴുത്തുകാരിയാണ്. അപ്പോൾ ഇതിന്റെ ഒരു കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് നാഗ ട്രൈബ്സ്, നാഗാലാൻഡിലെ ചാങ് നാഗ ട്രൈബ്സിന്റെ ജീവിതവും അവരുടെ ചില ഹോണ്ടിങ് സ്റ്റോറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന പുതിയൊരു അപ്പോയിന്റ്മെന്റ് ആണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വി രാമസുബ്രഹ്മണ്യമാണ്. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജായിരുന്ന വി രാമസുബ്രഹ്മണ്യമാണ് പുതിയതായിട്ട് NHRC ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ് ഈ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത്. അതുപോലെ പ്രിയങ്ക് കനാങ്കു ആൻഡ് ഡോക്ടർ ജസ്റ്റിസ് വിദ്യുത് രഞ്ജൻ സാരംഗി ഇവരെയും NHRCയുടെ പുതിയ മെമ്പേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് നമ്മുടെ കേരളത്തിന്റെ പുതിയ ഗവർണറായിട്ട് ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് കേരളത്തിന്റെ പുതിയ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ അടുത്ത കാലങ്ങളിലൊക്കെ ന്യൂസിൽ വളരെയധികം നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലെ. അപ്പൊ അദ്ദേഹം മാറിയപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരളത്തിന്റെ പുതിയ ഗവർണറായിട്ട് വന്നിരിക്കുന്നത്. His new role comes at a time when Kerala is navigating complex political dynamics. The reshuffle aims to align governance strategies with the current socio-political landscape. Okay, അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം കുറേയധികം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പൊളിറ്റിക്കലായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ ഗവർണറായിട്ട് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തില് ചാർജ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് മറ്റൊരു ഡിമേഴ്സിനെ കുറിച്ചുള്ള വാർത്തയാണ്. ജിമ്മി കാർട്ടർ എന്ന് പറയുന്നത് അമേരിക്കയുടെ പഴയ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. 100ാമത്തെ വയസ്സിലാണ് അന്തരിക്കുന്നത്. ജിമ്മി കാർട്ടർ, the 39th president of United States, served from January 1977 to January 1981. 1977 മുതൽ 1981 വരെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജിമ്മി കാർട്ടർ അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ഒക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. അവിടെ 2002 സമാധാനത്തിലുള്ള ആ ഒരു നോബൽ പ്രൈസ് അദ്ദേഹത്തെ തേടി എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കുക, ജിമ്മി കാർട്ടർ US പ്രസിഡന്റ്, നോബൽ സമ്മാന ജേതാവായിരുന്ന ജിമ്മി കാർട്ടർ അന്തരിച്ചു. 39ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അടുത്തതായിട്ട് പുതിയ ISRO ചെയർമാന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. On January 7, 2025, the government of India announced the appointment of V. Narayanan as the new chairman of ISRO and secretary of the Department of Space. He will officially take office on January 14, 2025, succeeding S. Somanath. S. Somanath ആയിരുന്നു നമ്മുടെ ISROയുടെ നിലവിലത്തെ ചെയർമാൻ അല്ലെ. അപ്പം S. സോമനാഥിന് ശേഷം പുതിയതായിട്ട് V. നാരായണനാണ് ISROയുടെ പുതിയ ചെയർമാനായിട്ട് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. 2025 ജനുവരി 7. ഓക്കെ, അപ്പൊ ISROയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളിലും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും തന്നെ PSCയുടെ എക്സാമിന് ജനറൽ നോളജ് പോർഷനിൽ ചോദിക്കുന്നതാണ്. അപ്പൊ ISROയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നമ്മൾ എപ്പോഴും ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇനി അടുത്തതായിട്ട് കാനുമ പണ്ടുക എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആന്ധ്രാപ്രദേശിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്.
മകര സംക്രാന്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഹാർവസ്റ്റ് സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. നമുക്കറിയാം തമിഴ്നാട്ടിലും കേരളത്തിന്റെ ഭാഗങ്ങളിലൊക്കെ പൊങ്കൽ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ ആന്ധ്രാപ്രദേശിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് കനുമ പാണ്ടുഗ ഫെസ്റ്റിവൽ. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വരുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ICAR-ന്റെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പൊ അവര് രാജമുന്ദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എന്ത് പേരിലേക്കാണ് അത് മാറ്റിയിരിക്കുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ ഒരു പേരിലേക്ക് ആ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പം അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊബാക്കോയുടെ റിസർച്ച് മാത്രമല്ല, അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ടർമറിക്, ചില്ലി, കാസ്റ്റർ, അശ്വഗന്ധ ഇതിന്റെയൊക്കെ റിസർച്ചും കൂടെ അതിലേക്ക് അഡീഷണൽ ആയിട്ട് വന്നപ്പോൾ അതിന്റെ പേര് മാറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ എന്നുള്ള പേരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ കാര്യം നമ്മളൊന്ന് ഓർത്തു വെക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രിയിലാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് രത്നഗിരി ബുദ്ധിസ്റ്റ് എക്സ്കവേഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ രത്നഗിരി എന്ന് പറയുന്ന ഒഡീഷയിലെ ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു ബുദ്ധിസ്റ്റ് കോംപ്ലക്സും കാര്യങ്ങളൊക്കെ പണ്ട് ആർക്കിയോളജി സർവേ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ എക്സ്കവേഷൻസ് ഈ അടുത്ത സമയങ്ങളിൽ വീണ്ടും നടത്തുകയും അപ്പൊ അതിൽ നിന്ന് കൂടുതൽ എവിഡൻസുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഇപ്പൊ ഈയിടെ കിട്ടിയിരിക്കുന്ന ഒരു ബുദ്ധന്റെ വലിയൊരു പ്രതിമയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ സ്മാരകങ്ങളും കാര്യങ്ങളും ഒക്കെ പുതിയ എക്സ്കവേഷനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ രത്നഗിരി എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർത്തു വെക്കുക, ഒഡീഷയിലാണ് രത്നഗിരി എന്ന് പറയുന്ന ഈ ഒരു എക്സ്കവേഷൻ സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് കോംപ്ലക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ISROയുടെ 100ാമത്തെ ലോഞ്ചിനെ കുറിച്ചാണ്. ദി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഈസ് സെറ്റ് ടു മാർക്ക് മൈൽസ്റ്റോൺസ് വിത്ത് ഇറ്റ്സ് 100th ലോഞ്ച് ഷെഡ്യൂൾഡ് ഫോർ ജനുവരി 29, 2025. അപ്പൊ ഈ ഡേറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജനുവരി 29, 2025 ISROയുടെ 100ാമത്തെ ആ ഒരു വിക്ഷേപണം നടക്കുന്നത്. ദി GSLV F-15 മിഷൻ will deploy the NVS-02 satellite from the സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അപ്പൊ GSLV F-15 എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിലായിരിക്കും NVS-02 എന്ന് പറയുന്ന ആ ഒരു സാറ്റലൈറ്റ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിക്കുന്നത്. The mission enhances the India's navigation with the Indian constellation, an independent regional navigation satellite system. ഓക്കെ, അപ്പോൾ ഓർത്ത് നോക്കുക, ISROയുടെ 100ാമത്തെ ലോഞ്ച് GSLV 15 മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള NVS-02 എന്ന് പറയുന്ന സാറ്റലൈറ്റിന്റെ വിക്ഷേപണമാണ്. ജനുവരി 29, 2025 ഈ ഒരു ലോഞ്ച് നടക്കുന്നത്. ISROയുടെ 100ാമത്തെ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആ സാറ്റലൈറ്റിന്റെ പേര് ഓർത്ത് വെക്കുക, NVS-02. GSLV F-15 എന്ന് പറയുന്ന വാഹനമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഹു ഈസ് ലിബിയ ലോബോ സർദേശായി? ആരാണ് ലിബിയ ലോബോ സർദേശായി? എ പ്രൊമിനന്റ് ഫിഗർ ഇൻ ദ ഗോവൻ ലിബറേഷൻ മൂവ്മെന്റ്. ഗോവയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഗോവയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും അവസാനമായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ച ഒരു ഇന്ത്യയിലെ പ്രദേശമാണ്. പോർച്ചുഗീസുകാരിൽ നിന്ന് ഏറ്റവും അവസാനം ലിബറേഷൻ ലഭിച്ച ഒരു സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ഗോവയുടെ ആ ഒരു ലിബറേഷൻ മൂവ്മെന്റിന് നേതൃത്വം വഹിച്ച ലിബിയ ലോബോ സർദേശായിക്ക് പത്മശ്രീ അവാർഡ്, 4th ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ തന്നെ 4ാമത്തെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ പത്മശ്രീ ലഭിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ലിബിയ ലോബോ സർദേശായി ഗോവൻ ലിബറേഷൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നേതാവായിരുന്നു, അല്ലെ? ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ക്രിസ്റ്റ്യൻ കാർല കങ്കാലു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നോക്കുന്നത്. ദ പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ഹാസ് ബീൻ അവാർഡഡ് ടു ക്രിസ്റ്റ്യൻ കാർല കങ്കാലു. അദ്ദേഹം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആണ്. ദിസ് റെക്കഗ്നിഷൻ മാർക്സ് ഹെർ കോൺട്രിബ്യൂഷൻസ് ടു പബ്ലിക് അഫയേഴ്സ് ആൻഡ് ഹെർ റോൾ ഇൻ എൻഹാൻസിംഗ് ഇന്ത്യാസ് ഗ്ലോബൽ റെപ്യൂട്ടേഷൻ. അപ്പൊ ഈ ഒരു അവാർഡ് 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ ഭുവനേശ്വറിൽ, ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ച് നടന്ന ആ ഒരു കൺവെൻഷനിലാണ് ഈ ഒരു അവാർഡ് ക്രിസ്റ്റ്യൻ കാർല കങ്കാലുവിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഓർത്തു വെക്കുക, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റ്യൻ കാർല കങ്കാലു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് MT വാസുദേവൻ നായരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. ഡിസംബർ 25, 2024 അദ്ദേഹം അന്തരിക്കുന്നത്, അല്ലെ? അപ്പൊ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. 1933 പാലക്കാട് കുടലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജനനം. അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ കൃതികളിലൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു നാടിന്റെയും ആ ഒരു ഗ്രാമത്തിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, അല്ലെ? ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റഡ് സ്കൂളിംഗ് അറ്റ് മലമക്കാവ് കുമാരനല്ലൂർ സ്കൂൾസ്, ഗ്രാജുവേറ്റഡ് ഇൻ കെമിസ്ട്രി ഫ്രം വിക്ടോറിയ കോളേജ് പാലക്കാട്.
അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ പ്രൊഫഷൻസ് എന്ന് പറയുന്നത് ടീച്ചറായിട്ട് അതുപോലെ ഗ്രാമസേവകനായിട്ടൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് മാതൃഭൂമി വീക്ക്ലിയിൽ സബ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തു. അതുപോലെ ലിറ്റററി ഔട്ട്പുട്ട് authored 9 novels, 19 collections of short stories, 54 screenplays and directed 6 films. 6 സിനിമകളൊക്കെ അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡെബ്യൂട്ട് നോവലാണ് നാലുകെട്ട് എന്ന് പറയുന്നത്. നാലുകെട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള മലയാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോവലാണ് അല്ലേ. അതുപോലെ അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു നോവലുകളാണ് അസുരവിത്ത്, മഞ്ഞ്, കാലം. അതുപോലെ 1995 അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നാഷണൽ ഫിലിം അവാർഡ് 4 തവണ ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് 4 തവണ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 1989 വടക്കൻ വീരഗാഥ, 1991 കടവ്, 1992 സതയം, 1994 പരിണയം. അപ്പൊ ഈ അവാർഡുകൾ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാവീണ്യം അല്ലെ. ഓക്കെ, അപ്പൊ ഓർത്തു വെക്കുക, ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം എന്നീ പറയുന്ന ഈ സിനിമയിലെ സ്ക്രീൻ പ്ലേ റൈറ്റിംഗിന് അദ്ദേഹത്തിന് നാഷണൽ ഫിലിം അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക കേട്ടോ. അതുപോലെ MD യുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. MD വാസുദേവൻ നായരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഇനി വരുന്ന എക്സാമുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മൻമോഹൻ സിംഗിനെ കുറിച്ചാണ്. മൻമോഹൻ സിംഗ് ഡിസംബർ 26, 2024 അദ്ദേഹം അന്തരിക്കുന്നത്. MD വാസുദേവൻ നായർ മരിച്ചതിന്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പം അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ RBI ഗവർണർ ആയിരുന്നു. അങ്ങനെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അല്ലെ. മൻമോഹൻ സിംഗ് സ്റ്റഡീഡ് ഇൻ ഹിന്ദു കോളേജ് ഇൻ അമൃത്സർ. അമൃത്സറിലെ ഹിന്ദു കോളേജിലായിരുന്നു അദ്ദേഹം പഠിച്ചത്. പിന്നീട് അദ്ദേഹം ഉപരിപഠനങ്ങൾക്കൊക്കെ ആയിട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോവുകയുണ്ടായി. അപ്പൊ അവിടെയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പഠനം അല്ലെ. സിംഗ് വർക്ക് ഫോർ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് UNCTAD ഫ്രം 1966 to 69. 1966 മുതൽ 69 വരെ UNCTAD എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ സിംഗ് വർക്ക്ഡ് ആസ് ആൻ അഡ്വൈസർ ടു ദ മിനിസ്ട്രി ഓഫ് ഫോറിൻ ട്രേഡ്. ഹി വാസ് അപ്പോയിന്റഡ് ബൈ ലളിത് നാരായണൻ മിശ്ര. അപ്പൊ ഈ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം മിനിസ്ട്രി ഓഫ് ഫോറിൻ ട്രേഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ in 1972 മൻമോഹൻ സിംഗ് became the chief advisor of Ministry of Finance and in 1976 he became secretary in Finance Ministry. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. In 1982 മൻമോഹൻ സിംഗ് was appointed as the governor of RBI. 1982 അദ്ദേഹം RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് മാറുന്നു. He was the deputy chairman of Planning Commission of India from 1985 1985 to 1987. 1985 മുതൽ 87 വരെ അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു. അതുപോലെ in 1991 he was appointed as the chairman of the University Grants Commission. UGC ചെയർമാൻ ആയിരുന്നു 1991 കാലഘട്ടത്തിൽ. Later in June 1991 he was appointed as the finance minister in the cabinet of PV Narasimha Rao. 1991 അദ്ദേഹം ആദ്യമായിട്ട് ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് വരുന്നത്. PV നരസിംഹ റാവുവിന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് കടക്കുന്നത്. ഇന്ത്യയുടെ എക്കണോമിക്ക് കൂടുതൽ ഓപ്പൺ ആവുകയും കൂടുതൽ പരിഷ്കാരങ്ങളൊക്കെ വന്നതും ഈ മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. മൻമോഹൻ സിംഗ് വാസ് വൺ ഓഫ് ദ എമിനന്റ് പീപ്പിൾ ഹു റെസ്പോൺസിബിൾ ഫോർ പോസ്റ്റ് ലിബറലൈസേഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ വ്യാപാര ഗ്ലോബലൈസേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ലിബറലൈസേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് വാസ് elected in Rajya Sabha in 1991 and was re-elected in 1995, 2001, 2007 and 2013. അപ്പം മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇലക്ഷനുകളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. രാജ്യസഭയിലെ MP ആയതിനു ശേഷമാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ പദവിയിലേക്ക് പോകുന്നത്. മൻമോഹൻ സിംഗ് became the 14th Prime Minister of India on May 22, 2004. 2004 മെയ് 22 അദ്ദേഹം ഇന്ത്യയുടെ 14ാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ആദ്യമായിട്ട് ഈ ഒരു പദവിയിലേക്ക് എത്തുന്നു. പിന്നീട് 2 ടേം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഓക്കെ, in 1987 സിംഗ് വാസ് ഗിവൺ പത്മ വിഭൂഷൺ അവാർഡ്. അദ്ദേഹത്തിന് 1987 പത്മ വിഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 1993 യൂറോ മണി ആൻഡ് ഏഷ്യ മണി named him as the Finance Minister of the Year. 1993 അദ്ദേഹത്തിന് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ദ ഇയർ എന്ന് പറയുന്ന അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ in 2002 he was given the outstanding parliamentarian award. 2002 ഔട്ട്സ്റ്റാൻഡിംഗ്
പാർലമെന്റേറിയൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2005 ടൈം നെയിംഡ് മൻമോഹൻ സിംഗ് ആസ് വൺ ഓഫ് ദി ടോപ്പ് 100 ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ്. അതുപോലെ ഓർത്തിരിക്കുക, 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിൽ ഉണ്ടായിരുന്നു. ഹി വാസ് ദ 4th ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി ആൻഡ് നരേന്ദ്ര മോദി. ഇപ്പൊ നരേന്ദ്രമോദിയാണ് ഇപ്പൊ നിലവിൽ ഏറ്റവും അധികം കാലം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തി. അതിനുശേഷം ഇന്ദിരാഗാന്ധി, പിന്നീട് ജവഹർലാൽ നെഹ്റു. അപ്പൊ അങ്ങനെ 4ാമത്തെ പൊസിഷനിലാണ് മൻമോഹൻ സിംഗ് വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. അപ്പൊ മൻമോഹൻ സിംഗിന്റെ ഡിമേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഈ ഒരു 3 മാസങ്ങളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതുപോലെ നമ്മൾ പഠിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് സ്പോർട്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈവൻസ്, അതിലെ വിന്നേഴ്സ് ആരാണ്, അതിൽ റണ്ണേഴ്സ് അപ്പ് ആയിട്ട് വന്നിട്ടുള്ള ആരാണ്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിമേഴ്സുകൾ, ആൾക്കാരുടെ മരണങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തു വെക്കാം. പിന്നെ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ISRO, ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, പക്ഷെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നൊന്നും വരണമെന്നില്ല. കുറച്ചൊക്കെ നമുക്കൊരു ലക്കും കൂടെ വേണം അല്ലെ. അപ്പൊ എങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പത്രം വായിക്കാൻ മാക്സിമം പത്രം വായന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ക്യാപ്സ്യൂൾ നോട്ടുകൾ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് സമയത്ത് ചിലപ്പോൾ അത് എന്താ കണക്ട് ചെയ്യാനൊക്കെ പറ്റാണ്ട് വരും. പക്ഷെ നമ്മൾ പത്രം വായിക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഒരു വൈഡ് ആയിട്ടുള്ള അറിവുണ്ടാവും. അപ്പൊ ചില ഓപ്ഷൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ കണക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ പത്രം വായന എല്ലാവരും ശീലമാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ നോട്ടുകളും കൃത്യമായിട്ട് പഠിച്ച് പോകട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.